ഏതായാലും തിരിച്ചുവരവുകൾ എപ്പോഴും നടത്തുന്ന ഒരു ടീം കൂടിയാണ് ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ നേരത്തെ പറഞ്ഞ പോലെ സായ് സുദർശൻ്റെ ഒരു വിക്കറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയാണ്. അതായത് നല്ല തുടക്കം നൽകുന്ന ഒരു പാർട്ണർഷിപ്പ് അത് സായ് സുദർശനും ഗില്ലും. ഇന്നലെ അവർ രണ്ടുപേർക്കും അവിടെ നിരാശപ്പെടുത്തേണ്ടി വന്നത്. അത് സായിയുടെ ഔട്ട് ഒരു പ്രത്യേകിച്ച് നമുക്കതൊരു നിർഭാഗ്യകരം എന്ന് പറയാനാണെങ്കിലും ഗില്ലും പിന്നീട് അവിടെ നിന്ന് പുറത്താകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഗില്ല് നില ഒരു വെറും 2 റൺസ് മാത്രം എടുക്കുന്നു, അദ്ദേഹവും പുറത്താകുന്നു. അപ്പോൾ അവിടെ തന്നെ അവരുടെ ഒരു തകർച്ച. കാരണം എല്ലാവരും പ്രശംസിച്ചൊരു പാർട്ണർഷിപ്പായിരുന്നു അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. വലിയ പ്രശംസകൾ നേടിയ ഒരു പാർട്ണർഷിപ്പാണ്. കാരണം അവരുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് പിന്നീട് ആ കളി മൊത്തത്തിൽ ആ ഒരു ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ആ ബാറ്റിംഗ് നിരയെ മൊത്തം ഒന്ന് ബാലൻസ് ചെയ്ത് പോകുന്നു. ബൗളിംഗ് തകർന്നാലും അവരുടെ ബാറ്റിംഗ് പിടിച്ചെടുക്കുന്നു എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു പാർട്ണർഷിപ്പായിരുന്നു അവിടെ. പക്ഷേ അത് തകർന്നു എന്നുള്ളതും പിന്നീടുള്ളവർക്കും അത് കാര്യമായിട്ട് അങ്ങോട്ട് അവരുടെ ഒരു പെർഫോമൻസ് ഇല്ലായ്മ അത് മേക്ക് ഓവർ ചെയ്യാനും മറ്റുള്ളവർക്കും കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി ഇന്നലെ അവിടെ ഉണ്ട്. പിന്നീട് രാഹുൽ ദവാത്തിയ വന്നിട്ടാണ് അദ്ദേഹമാണ് പിന്നീട് കുറച്ചെങ്കിലും ആ ഒരു സ്കോറിനെ ഒന്ന് ബലപ്പെടുത്തുന്നതും ഒരു പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ചാൻസ് അവിടെ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം കുറച്ച് പൊരുതി നോക്കുന്നതും അവിടെ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അവരുടെ ഒരു ബാറ്റിംഗ് എനിക്ക് തോന്നുന്നത് ആ തുടക്കത്തിൻ്റെ ഒരു പ്രശ്നം അവർക്ക് ഇന്നലെ നന്നായി ബാധിച്ചെന്നുള്ളതും, നേരെ മറിച്ച് അപ്പുറത്തെ സൈഡിൽ ആ തുടക്കം ഗംഭീരായി എന്നുള്ളത് ആദ്യ ബോളിൽ തന്നെ ബൗണ്ടറി അടിച്ച് അത് വെങ്കടേഷ് അയ്യർ നടത്തുന്ന ഒരു പ്രകടനമുണ്ട്. ശരിക്ക് അത് നൽകുന്ന ഒരു ഇമ്പാക്റ്റ് അവർക്ക് പിന്നീട് അത് നിലനിർത്തി കൊണ്ടുപോവാണ്. രജത് പാട്ടിദാറിലൂടെയൊക്കെ നിലനിർത്തി അവർ കൊണ്ടുപോകുന്നത് 4 പന്തിൽ 3 ബൗണ്ടറി ആയിരുന്നു. അതെ. അപ്പോൾ ആ തുടക്കം തന്നെ ബൗണ്ടറി അടിക്കുമ്പോൾ അവർക്ക് ഒരു ആത്മവിശ്വാസമാണല്ലോ.